ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്താൻ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ തന്നെ എത്തിക്കേണ്ടതല്ലേ? അവിടെയാണ് ശ്രീജിത്ത് പറയുന്നത് പോലെ അവിടേക്ക് VD സതീശൻ എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഈ അനുസ്മരണത്തിന്റെ ഉദ്ഘാടനം എന്നതിൽ നിന്ന് VD സതീശനെ മാറ്റി നിർത്തുന്നു. അതല്ല എങ്കിൽ ഒരുപക്ഷെ VD സതീശൻ അസൗകര്യം അറിയിച്ചതാണോ? അതെന്തുമായിക്കൊള്ളട്ടെ, VD സതീശന് കൂടി സൗകര്യപ്രദമാകുന്ന ഒരു സമയത്ത് ഉദ്ഘാടനത്തിന്റെ സമയക്രമീകരണം ഒക്കെ വേണമെങ്കിൽ അല്പസ്വല്പം ഒക്കെ മാറ്റിവെക്കാം, മറ്റ് ചടങ്ങുകൾ നടത്താം. അങ്ങനെയൊക്കെയാണല്ലോ ഇത്തരം പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക. അവിടെയാണ് VD സതീശന് പകരം KC വേണുഗോപാൽ. സംഘടനാ തലത്തിൽ തീർച്ചയായും KC വേണുഗോപാൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. നേരത്തെ രാഹുൽ ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഓർക്കേണ്ടത് കേരളത്തിൽ അധികാരത്തിലുള്ളത് ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ്, അതായത് LDF ആണ് അധികാരത്തിലുള്ളത്. ഇപ്പോഴങ്ങനെയല്ല, സാഹചര്യം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ VD സതീശനെ ആണ് പങ്കെടുപ്പിക്കേണ്ടത് എന്ന ഒരു പൊതുവികാരം സ്വാഭാവികമായും ഉയർന്നു വരുന്നു. അവിടെയാണല്ലോ ശ്രീജിത്തും സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിനകത്ത് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ചില അസ്വാരസ്യങ്ങൾ, എതിർപ്പുകൾ, വിയോജിപ്പുകൾ, അതിൻ്റെ കൂടി പ്രതിഫലനമായി അനുസ്മരണ വേദി മാറുന്നുണ്ടോ സജിത്ത്? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നവരെ അത് എതിർക്കാൻ കഴിയാത്ത സാഹചര്യമായി ഇപ്പോഴത്തെ അവസ്ഥ മാറി എന്നതാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ പോസ്റ്റർ തന്നെ അതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ്. പല കാരണങ്ങളുണ്ട്. ഇതിൽ അസ്വാഭാവികതയില്ല, ഒഴിവാക്കലില്ല എന്ന് ചാണ്ടി ഉമ്മനും VD സതീശനൊപ്പമുള്ളവരും നിലപാടെടുക്കുന്നുണ്ട്, ന്യായീകരണം നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഈ കാര്യത്തിൽ എന്തുകൊണ്ട് VD സതീശൻ പുതുപ്പള്ളിയിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. കോൺഗ്രസിൻ്റെ വിമർശകർക്കപ്പുറം കോൺഗ്രസിനകത്ത് തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ കൂടി തർക്കമില്ല. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ സമീപകാല രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് VD സതീശൻ നേരിടുന്ന വെല്ലുവിളി, അല്ലെങ്കിൽ സതീശൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില എതിർപ്പുകൾ, അതിൽ KC വേണുഗോപാൽ ഒരു വശത്ത്, VD സതീശൻ മറുവശത്ത്, ഈ രീതിയിലേക്ക് നടക്കുന്ന ചില ചർച്ചകളുടെ തുടർ പ്രതിഫലനം പുതുപ്പള്ളിയിൽ ഉണ്ടാവുകയാണോ എന്ന് സംശയിക്കുന്നവർ വലിയ രീതിയിലുണ്ട്. എന്തായാലും നേതാക്കൾ ഇതൊക്കെ പരസ്യമായി നിഷേധിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അവർ ഈ വാർത്ത തന്നെ തെറ്റാണ്, ഇങ്ങനെ ഒരു ന്യായീകരണവുമില്ല എന്ന വാദമൊക്കെ ഉയർത്തിയേക്കാം. പക്ഷേ ഈ ചർച്ചയ്ക്ക് പ്രസക്തി ഏറെയുണ്ട്. എന്തുകൊണ്ട് VD സതീശൻ പങ്കെടുക്കുന്നില്ല? നേരത്തെ സൂചിപ്പിച്ചത് ശ്രീജിത്തും ഒപ്പം അഭിലാഷുമൊക്കെ സൂചിപ്പിച്ചത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖം. അവിടെ KPCC അധ്യക്ഷൻ എന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ആരോ, അയാൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുഖമല്ല. ഏറ്റവും VIP പരിവേഷം കിട്ടുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ആ പരിവേഷം കിട്ടുന്ന, അല്ലെങ്കിൽ VD സതീശനെ പോലെ വലിയ താരപ്രഭ ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള VD സതീശൻ എന്തുകൊണ്ട് ഈ പരിപാടി വരുന്നില്ല എന്ന ചോദ്യം കൂടിയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുമില്ല. അതേസമയം അദ്ദേഹം കല്ലറയിലെത്തി അവിടെ അദ്ദേഹം ഓർമ്മ ദിനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ ആ ദൃശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഒന്നുകൂടി ശക്തമാണ്. തന്നെ അവഗണിച്ച, അല്ലെങ്കിൽ തന്നെ വിളിക്കാത്ത പരിപാടിക്ക് മറ്റൊരു തരത്തിൽ പങ്കെടുത്തുകൊണ്ട് സതീശൻ സന്ദേശം നൽകാനുള്ള നീക്കം കൂടിയായിട്ടാണോ നടക്കാൻ പോകുന്നത് എന്ന വ്യാഖ്യാനം കൂടി ഒരു പക്ഷേ ഇതിന് ഉണ്ടായേക്കാമെന്നത് പ്രസക്തമാണ്. എന്തായാലും കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകളും ഇതുമായി കൂട്ടി വായിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമാണ്. നേതാക്കളെ ഏത് രീതിയിൽ നിഷേധിച്ചാൽ കൂടിയും ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം പുതുപ്പള്ളിയിൽ ഉണ്ടാവുകയാണോ എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാവുന്നത്. ചാണ്ടി ഉമ്മൻ്റെ വിയോജിപ്പിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. അതിൻ്റെ ചില വിയോജിപ്പുകൾ, അതിന് പിന്നിൽ VD സതീശൻ്റെ അതൃപ്തിയാണ് എന്ന കാരണം അദ്ദേഹം ഉള്ളിൽ സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ അടുത്ത ആളുകളുമായ വികാരം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പരസ്യമായി ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായി ഇത് മാറുകയല്ലേ എന്ന ചോദ്യമാണ്. അതേസമയം KC ക്യാമ്പിനെ സംബന്ധിച്ചും ഇതൊരു സാധ്യതയാണ്. കാരണം KCക്ക് മുന്നിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിഫലനം, ഒരു നീക്കം കൂടിയായി ഈ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം കൂടിയായി മാറുന്നു എന്നതാണ് സാഹചര്യം. ചുരുക്കത്തിൽ നേതാക്കളും ഇരുപക്ഷവും നിഷേധിച്ചെങ്കിൽ കൂടിയും ഈ ചർച്ച, ഈ അനുസ്മരണ പരിപാടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് കോൺഗ്രസിൻ്റെ ഉൾപ്പോരുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. യെസ്, അതാണ് ഡാൻ. വീണ്ടും നമ്മൾ ഈ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് ഇതിൻ്റെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് ആണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ തന്നെ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സ്മൃതി ദിനം, 1200 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം, 10 നിർധന കുടുംബങ്ങൾക്ക് ഭൂമി, 114 സ്കൂളുകൾക്ക് സൈക്കിൾ, ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹന വിതരണം. അങ്ങനെ വലിയ ഒരു പ്രോഗ്രാം തന്നെയാണ് ഇത്. തുടർച്ചയാണ്, കഴിഞ്ഞ തവണയും ഒക്കെ ഇത്തരത്തിൽ നടന്നിരുന്നു. അതിൽ ഉദ്ഘാടനം ശ്രീ KC വേണുഗോപാൽ MP എന്ന് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ പുഷ്പാർച്ചനയ്ക്കെങ്കിലും VD സതീശൻ എത്തുന്നുണ്ട്.
ഇതാ മതമേലധ്യക്ഷന്മാരുടെ ചിത്രമുണ്ട്, KC വേണുഗോപാലിൻ്റെ ചിത്രമുണ്ട്, ചാണ്ടി ഉമ്മൻ്റെ ചിത്രമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ ചിത്രമുണ്ട്, മറ്റ് MLA-മാർ സ്പീക്കറിൻ്റെ ചിത്രമുണ്ട്, മോൻസ് ജോസഫിൻ്റെ ചിത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രചാരണ ചിത്രത്തിൽ നിന്ന് പോലും VD സതീശനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണല്ലോ കാണാൻ പറ്റുന്നത്. ഡാൻ, UDF-ലെ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിയാണ് കടുത്തുരുത്തി MLA കൂടിയായ മോൻസ് ജോസഫ്. ആ മോൻസ് ജോസഫിന്റെ വരെ ചിത്രം ഉൾക്കൊണ്ടിരിക്കുന്ന പോസ്റ്ററിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ VD സതീശന്റെ ചിത്രം ഇല്ലാതെ പോയത് എന്നതാണ് ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പരസ്യമായി ഇത് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ഒരു സന്ദേശമായി വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളോ അത്തരം സൂചനകളോ ഒന്നും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് അത്തരം ഒരു സൂചന തന്നെയാണ്. അതിന്റെ കൃത്യമായ ഒരു നാന്ദി കുറിക്കലായി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടി നടക്കുന്ന പുതുപ്പള്ളിയിലെ വേദി മാറിയേക്കും എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയും സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണോ എന്ന സംശയമുണ്ടാക്കുന്ന തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, KSUവുമായി ബന്ധപ്പെട്ട് പരസ്യമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും KSU സംസ്ഥാന അധ്യക്ഷനും തമ്മിലുള്ള വാക്പോര്, അതിൽ ഒരു പരിധി കടന്ന് ഞങ്ങളൊരു കൂട്ടം ധിക്കാരികൾ നെറികേടിനെതിരെ വിരൽ ചൂണ്ടുന്നത് അത് ധിക്കാരമാണെങ്കിൽ ഞങ്ങളൊരു കൂട്ടം ധിക്കാരികൾ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരോക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒളിയം പെയ്തുകൊണ്ട് KSU സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതോടൊപ്പം അനൂപ് PR-ഉം അതോടൊപ്പം ജിൻഡോ ജോണും ഉൾപ്പെടെയുള്ള KPCCയുടെ വക്താക്കളടക്കം അതിരൂക്ഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളെക്കുറിച്ചൊക്കെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും അതിന് നേതൃത്വം നൽകുന്ന ചാണ്ടി ഉമ്മനും മറ്റ് നേതാക്കൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയിരിക്കെ ഇങ്ങനെയൊരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം ആ പോസ്റ്ററിൽ ഇല്ലാതെ പോയാൽ അതിന് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കൽപ്പിക്കും മാധ്യമങ്ങൾ, അല്ലെങ്കിൽ അത് എതിർ രാഷ്ട്രീയ ചേരികൾ ഏത് തരത്തിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്നറിയാത്തവരല്ല ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ളവർ. അങ്ങനെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്ക് നാളെ രാവിലെ പുതുപ്പള്ളിയിൽ കാണാം. യെസ്, എന്തായാലും ശ്രീജിത്തിലേക്ക് വീണ്ടും വരുമ്പോൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറ്റു പരിപാടിയുടെ ഭാഗമായി VD സതീശൻ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സമയക്രമം ഇതിൽ VD സതീശനെ ഉൾപ്പെടുത്താത്തതോ അല്ലെങ്കിൽ VD സതീശനോ ഉൾപ്പെടാൻ പറ്റാത്തതായ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും ബോധ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമാണോ ശ്രീജിത്ത് അവിടെ ഉള്ളത്? അഭിലാഷ്, ഇത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമല്ല. അത് എല്ലാ കൊല്ലവും ഏത് ദിവസമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ആണ് ഇത്തവണ കൊണ്ടുവരേണ്ടത് എങ്കിൽ അതിന് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സമയം ചോദിച്ചെടുക്കുകയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് സംഭവിച്ചിട്ടില്ല ഇവിടെ എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണേണ്ടത്. അത് പക്ഷേ അത്ര നിഷ്കളങ്കവുമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയാത്തതുമാണ്. ഒഴിവാക്കലും കൂട്ടിച്ചേർത്ത് നിൽക്കലും ഒക്കെ ഇതിൽ സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ സജിത്തൊക്കെ പറഞ്ഞതുപോലെ പല നേതാക്കളും, ഡാനൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ പല നേതാക്കളും, ജിൻഡോ ജോണും അല്ലെങ്കിൽ അനൂപും ഒക്കെ പല വിഷയത്തിലും പ്രതികരിച്ചു വരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ KSU സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കുന്നു. അങ്ങനെ പലരുടെയും പ്രതികരണമൊക്കെ ഉയർന്നു വരുന്നത് മറ്റ് ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ കൂടി ഭാഗമാണ്. അവിടെ ഒരു വശത്ത് നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട KC വേണുഗോപാൽ ഉണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതെത്ര പുറത്തു വന്നില്ലെങ്കിലും KC അടക്കം വിഴിഞ്ഞം വിഷയത്തിലടക്കം തുറന്നടിച്ചുകൊണ്ട് ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല എന്ന് തുറന്നടിച്ച് രംഗത്ത് വന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെതിരെ കൂടിയാണ് പരോക്ഷമായി എന്ന് വായിച്ചതാണ് നമ്മൾ അന്ന്. ഫലത്തിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ KC വേണുഗോപാൽ ഈ വേദിയിലേക്ക് എത്തപ്പെടുകയും അപ്പുറത്ത് VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഒഴിവാക്കപ്പെടുന്നു എന്ന് തന്നെ ഫലത്തിൽ കാണേണ്ടി വരും. അവിടെ ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പരിപാടികൾ തിരക്ക്, മുഖ്യമന്ത്രിക്കൊക്കെ പരിപാടിയും തിരക്കും ഒക്കെ ഉള്ളത് നമുക്കറിയാം. ഇപ്പോൾ കോട്ടയത്തെ പരിപാടി ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. പക്ഷേ മറ്റു പരിപാടികൾ സമീപ ജില്ലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കാം ഏറ്റവും ഒടുവിൽ ഒരു പക്ഷേ സമയം ചോദിച്ചതിൽ ഉള്ള പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇനി VD സതീശനെ തന്നെ പങ്കെടുപ്പിക്കണമായിരുന്നുവെങ്കിൽ ഇതിന് നേരത്തെ ആസൂത്രണം ചെയ്യാമായിരുന്നു. അത് ഇനി നേരത്തെ തന്നെ VD സതീശനെ ബന്ധപ്പെടാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്.
എന്ന് ഈ ഘട്ടത്തിൽ കാണേണ്ടി വരികയാണ്. രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വായിക്കുന്നവർക്കൊക്കെ അത് ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും. മാത്രമല്ല നോക്കൂ അഭിലാഷ്, ഏതാണ്ട് 10 മണിക്ക് പരിപാടി നടക്കുന്നു. 12 മണിയോടുകൂടി ഏതാണ്ട് വി ഡി സതീശൻ, അത് അദ്ദേഹത്തിന്റെ സമയം മാറുമോ ഫൈനലാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ ആ സമയത്തെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ വി ഡി സതീശൻ അവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകമായി നിൽക്കുന്ന ഒരു വിഷയമായി ഫലത്തിൽ മാറുന്നത്. അതിന് പിന്നിലെ രാഷ്ട്രീയം ഒരുപക്ഷെ മാധ്യമങ്ങളെക്കാൾ നന്നായി കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ തന്നെയായിരിക്കും, ഏറ്റവും അടുത്ത് നിന്ന് ഈ രാഷ്ട്രീയം കാണുന്നവർക്ക് തന്നെയായിരിക്കും മനസ്സിലാകുക. യെസ്, തീർച്ചയായും നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ നാളെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാമെന്ന് പറയുമ്പോൾ പോലും സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് നേടിയത്. ആ വിജയം നേടിയതിന് തൊട്ടു പിന്നാലെ തന്നെ പിന്നീട് ആര് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. അവിടെയാണ് പല പേരുകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിനൊടുവിൽ വി ഡി സതീശനിലേക്ക് എത്തി നിന്നു. പിന്നീട് മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിലടക്കം നിരവധി പേരുകൾ ഉയർന്നു വന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ മന്ത്രിസഭയിലേക്ക് പൊടുന്നനെ കടന്നു വന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ജനീഷിനെ പോലെയുള്ള ഒരാൾ മന്ത്രിയാകുമെന്നൊന്നും എത്രയൊക്കെ പറഞ്ഞാലും ആരും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല എന്നതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അവിടെയാണ് ജാതിമത സമവാക്യങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളിലും പാർട്ടിക്കകത്ത് വിയോജിപ്പുണ്ട്, പോഷക സംഘടനകൾക്കകത്ത് വിയോജിപ്പുണ്ട്, സാമുദായിക സംഘടനകൾ വി ഡി സതീശനെതിരെ നിൽക്കുന്നു. അപ്പോഴും അതേ സാമുദായിക സംഘടനകളുമായി വലിയ അടുപ്പം പുലർത്തുന്ന കോൺഗ്രസ്സുകാർ ഉണ്ട് താനും. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. അവിടെ ചാണ്ടിയുമ്മൻ്റെ പേരും ഒരു പക്ഷേ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ ചർച്ചയിലേക്ക് വന്നതാണ്. അത് സ്ഥിരീകരിക്കാവുന്നതല്ല എങ്കിൽ പോലും അവിടെ നിന്ന് പിന്നീട് വെട്ടിമാറ്റുന്നു. ഇതാരൊക്കെയാണ് വെട്ടിമാറ്റിയത്, ആരൊക്കെയാണ് കൂട്ടിച്ചേർത്തത്, ഇതൊക്കെ കോൺഗ്രസിനകത്ത് വളരെ കൃത്യമായി പകൽ പോലെ വ്യക്തമാകുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ ഫലനങ്ങൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ശ്രീജിത്ത് ചേർത്ത് വെച്ചത്. ഇത് BJP ആണ് ഭരിക്കുന്നത് എന്നാണോ വിചാരിച്ചത് എന്ന് പോലും ചോദിച്ചത് KC വേണുഗോപാലാണ്. KPCCയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള നിയമനങ്ങൾ നടത്തുന്നതിലുള്ള വിയോജിപ്പ് മുതിർന്ന നേതാക്കൾ പരസ്യമായി പ്രകടമാക്കി കഴിഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉമ്മൻചാണ്ടിയെപ്പോലെ, അതായത് വി ഡി സതീശന് മുമ്പ് കേരളത്തിൽ അവസാനമായി മുഖ്യമന്ത്രിയായ UDF നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.